നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ കാർവാർ MLA ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കേരളം വേണ്ടത്ര രീതിയിലുള്ള സഹകരണം ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കുന്നതിൽ നൽകിയില്ല എന്നാണ് ആരോപണം. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം സജീവമായി തന്നെ തുടരേണ്ടതല്ലേ എന്നാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചോദിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ കോഴിക്കോട് നിന്ന് മനോജാണ് നമുക്കൊപ്പം ചേരുന്നത്. മനോജ്, അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അത് ഈ തിരച്ചിൽ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്തും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഇത് വീണ്ടും വിവാദങ്ങളിലേക്ക് നീങ്ങി അനിശ്ചിതത്വത്തിലേക്കാകുമെന്ന ആശങ്കയ്ക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇതിപ്പോ നമ്മളെ കേരളത്തിലെ ഒരു മന്ത്രി MLA ആണ്. പുഴ തൂർത്തിനെടുത്തുണ്ടാവും, പുഴ തൂർത്ത ആളെടുത്തുണ്ടാവും. ഇതൊരു സാധാരണക്കാര് 30 ദിവസമായി പറയുന്നതിന് ജനങ്ങൾക്ക് ഇതൊക്കെ കാണില്ല. 30 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നതൊക്കെ എന്താ ഇവിടുത്തെ അവസ്ഥ? സാധാരണക്കാർ വെറുതെ പൊഴുത്ത് ചാകല്ല, വേറെ രക്ഷയില്ല. അത്രേ പറയുള്ളൂ, കൂടുതലൊന്നും പറയില്ല. യെസ്, വളരെ വ്യക്തമാണ് മനോജിൻ്റെ ഒരു വാക്കതാണ്. ഇത് കുറെ കൂടി പ്രധാനപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ 30 ദിവസം കാത്തിരിക്കേണ്ടി വരില്ല എന്നായിരുന്നു മനോജിൻ്റെ പ്രതികരണം. ഏതായാലും 2 മണിക്കൂർ ഇന്ന് നടത്താൻ കഴിയും തിരച്ചിൽ എന്നാണ് ഒരു പ്രതികരണം. നാളെ രാവിലെ 8-ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ പാലയിൽ നിന്ന് നമുക്ക് ഇപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഈ 30 ദിവസത്തെ ഒരു കാലതാമസം അത് ന്യായീകരിക്കാനാകുന്നതാണോ അല്ലയോ? പൂസമാണെങ്കിലും ഒരു 3 ദിവസം കൂടെ പിടിക്കും. പക്ഷെ ഇത് കാലതാമസം വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് അവിടുന്ന് പെട്ടെന്ന് നമ്മുടെ വയനാട് പ്രശ്നമൊക്കെ ഉണ്ടായി അങ്ങോട്ട് എല്ലാവരും കൂടെ പോകുന്ന കഴിഞ്ഞപ്പോഴേക്കും അവര് അമാന്തം വിചാരിച്ചു. നിങ്ങളെ ചാനലുകാരും ജനങ്ങളും എല്ലാം കൂടെ ഇളകൊണ്ട് മാത്രമാണ് അത്രയെങ്കിലും അന്ന് നടന്നത്. പിന്നെ നമ്മളിപ്പോ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അതിനകത്ത് വെച്ചാൽ നമ്മൾ എറണാകുളം നിന്ന് കൊച്ചിയിൽ നിന്ന് മെട്രോ JCB കൊണ്ട് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞത് 2 എണ്ണം. അത് നമ്മൾ നിങ്ങൾ ഉൾപ്പെടെ ചാനലിൽ കാണിച്ചു മിഷീനൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. അത് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുത്തില്ല. അതൊക്കെ ഇപ്പൊ പറയുന്നത് നമ്മൾ സഹകരിക്കുന്നില്ല, നമ്മളത് കൊടുക്കുന്നുണ്ട്. പിന്നെ കേന്ദ്ര ഏജൻസി വരുന്നില്ല, കേന്ദ്രത്തിന്റെ തിരച്ചിൽ നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ അനുമതി കൊടുത്താൽ മാത്രമേ കേന്ദ്രത്തിന് അവിടെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ തന്നെ FIR ഇടുമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ തിരച്ചിൽ നടക്കുന്ന പുള്ളിയുടെ പേരിൽ FIR ഇടും, എന്തെങ്കിലും സംഭവിച്ചാൽ FIR ഇടുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിരിക്കുക. അവർക്ക് നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നും ചർച്ച ചെയ്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് ഇതൊന്നുമില്ല. അത് അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ പോലും അവർക്ക് എടുക്കണമെന്നില്ല. അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് അത്. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചൂടോടെ നമ്മൾ നിന്നാൽ മാത്രമേ നടക്കൂ. 2 ദിവസം നിങ്ങളും നാട്ടുകാരും പോന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ആ പഴയപടി തന്നെ ആവുന്നുള്ളൂ. അതിനകത്ത് മാറ്റമില്ല. പിന്നെ മനുവിനോട് എനിക്ക് സംശയം ചോദിക്കാം കേട്ടോ. ഇന്നലത്തെ പൊതുവേദിയാണ് കണ്ടായിരുന്നു. അതിനകത്തൊരു ആദ്യം വിളിച്ചൊരു കോളർ പറഞ്ഞു, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സൗദി ദുരന്തമൊക്കെ ഉണ്ട്, പ്രളയം ഉണ്ടായപ്പോൾ കൊടുത്ത അരിയുടെ കാശും പ്ലെയിന്റെ കാശും ഒക്കെ തിരിച്ച് മേടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ട് മനുവിന് തോന്നുന്നുണ്ടോ? എനിക്കതിൻ്റെ വിശദാംശം അങ്ങനെ കൃത്യമായി അറിയില്ല. പക്ഷേ അത് അന്നൊരു വിവാദം ഉണ്ടായിരുന്നു. അതിൻ്റെ പണം നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു, കൊടുക്കണ്ട എന്ന് പറഞ്ഞു, കൊടുത്തു എന്ന്. അതിൻ്റെ കൃത്യമായ കണക്കൊന്ന് നോക്കണം. ഞാനും അത് അന്വേഷിക്കുകയാണ്. അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല മനു. അതിനകത്ത് തെറ്റായ വാർത്തകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മനുവിന് ഇപ്പോൾ 10,000 രൂപ ഞാൻ തരണ്ട, 10,000 രൂപ തന്നു കഴിഞ്ഞാൽ എന്റെ കാറും കൂടെ വിട്ടു തരണം എന്ന് പറഞ്ഞാൽ ആ കാറ് തിരിച്ചു വയ്ക്കും വാടകയ്ക്കലയാൻ തരുന്നത് എന്ന് പറഞ്ഞാലുള്ള സംവിധാനം. പിന്നെ അത് വേണ്ടെന്ന് വെച്ചായിരുന്നു ആവശ്യമുള്ളതോടെ. ഇപ്പൊ തന്നെ ഒരു 147 കോടി രൂപ ഇപ്പൊ അടിയന്തരമായിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഇതിനു വേണ്ടി 147 കോടി രൂപ ഇപ്പൊ അടിയന്തര സഹായം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പുറത്ത് പറയാലോ, ആരും പറയാലോ, അറിയത്തുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 5,000 രൂപ പോലും വെച്ച് അവിടെ ആ പ്രളയം ഉണ്ടായവർക്ക് ഒരു കുടുംബത്തിന്റെ ഒരാൾ ആ 5,000 രൂപ വെച്ച് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവർ അലഞ്ഞിരിഞ്ഞ് 100 രൂപ കാശില്ലാതെ ഇപ്പൊ നടക്കുവാണ്. ഇപ്പൊ ഒരു ചാനൽ കാണിച്ചു 2 സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ വഴിയാധാരമായിട്ട് ഇറക്കുക. 2 സ്കൂൾ തുറങ്ങണം എന്ന് പറഞ്ഞ് ക്യാമ്പായിരുന്നു പ്രവർത്തിച്ച് 2 സ്കൂളിൽ നിന്ന് ഇറക്കി. വീട് കൂടുതലാതെ ആൾക്കാർ ഇപ്പൊ അവിടെ അലിഞ്ഞിരിക്കും. അത് നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം വൈകിട്ടോ. അത് അത്യാവശ്യം 1,000 രൂപ വെച്ച് 1,000 രൂപ വെച്ച് എത്ര കോടി രൂപ കിടപ്പുണ്ട്? എത്ര കോടി രൂപ? വ്യക്തമാണ്. ഏതായാലും സുനിൽ എന്നൊരു പ്രേക്ഷകൻ കുന്നംകുളത്ത് നിന്ന് നമുക്കൊപ്പം. സുവിൽ എന്ത് ചെയ്യുന്നു? സുവിൽ രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം ഒരുപക്ഷെ നമ്മളിവിടെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് പറ്റിയതാകാം. പക്ഷേ നമുക്ക് ഇത് എല്ലാം കൂടി ശ്രദ്ധിക്കാൻ കഴിയേണ്ടതായിരുന്നു എന്ന് വേണമോ കണക്കാക്കാൻ?
ശ്രദ്ധക്കുറവോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലവിളംബമാണ് ഈ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ കൃത്യമായ സർക്കാരിന്റെ ഇടപെടൽ ഉൾപ്പെടെ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ യാതൊരു വീഴ്ചയും ഉണ്ടായതായിട്ട് പറയുന്നില്ല. പിന്നെ നമ്മളൊക്കെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ഇപ്പോഴും നടക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊന്നും നോക്കാതെ ഒന്നിച്ച് നിൽക്കേണ്ടതിന് പകരം ഒരു ഭാഗത്ത് രാഷ്ട്രീയ മുതലെടുപ്പ്, മറ്റൊരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ എന്നുള്ള രീതിയിൽ അവർ എന്തൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള സംവിധാനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി യാതൊരു ലൈസൻസും ഇല്ലാതെ എന്തുമാകാം, ആരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള രീതിയിൽ ഇതിനെ തകർക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നമല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകനും കൂടി നമുക്കൊപ്പം കാത്തിരിക്കുകയാണ്. തിരുവല്ലയിൽ നിന്ന് അനിൽ ആണ് നമുക്കൊപ്പം ചേരുന്നത്. അനിൽ, ഈ ഷിരൂരിൽ ഈ രക്ഷാദൗത്യം നമ്മൾ തുടരുകയാണ്. അവിടെ അതിനുള്ള ശ്രമം അവിടുത്തെ കാർവാർ MLA സ്വന്തം നിലയ്ക്കൊക്കെ അദ്ദേഹവും മുൻകൈയെടുത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മളതിന് വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നു എന്ന സംശയത്തിന് സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും സാറേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തേണ്ടതാണ്. ഇപ്പം കേരളത്തിലെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻസിഡന്റ് നടന്നെന്ന് പറഞ്ഞാലും എല്ലാവരും കൂടും, മന്ത്രിമാർ വരും, രാഷ്ട്രീയക്കാർ വരും, എല്ലാവരും വരും, എല്ലാ പ്രഖ്യാപനവും നടത്തും. പക്ഷെ ഒന്നും നടക്കത്തില്ല. പിന്നീട് ഇപ്പൊ ആവേഴഞ്ചാൽ തോട്ടിൽ ചത്തുപോയ ജോയിയുടെ ആ വീട്ടിൽ എന്തോ ഒരു പ്രവർത്തനമായിരുന്നു. 10 ലക്ഷം ഉടനെ കൊടുക്കും, മറ്റേ വീട് വെക്കും. പക്ഷെ വല്ലതും നടന്നോ? ഈ വയനാട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ കോഴിക്കോട്ടൊരു സംഭവം നടന്നു. അതിനൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കുട്ടലും കാര്യങ്ങളും എല്ലാം നടക്കുന്നിടത്ത് എല്ലാ ഗവൺമെന്റിന്റെ 5 പൈസ പോലും കൊടുക്കേണ്ട സന്മനസ്സുള്ള ജനം കോടിക്കണക്കിന് പൈസ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. അവർ ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ആരംഭശൂരത്വമാണ് കണ്ടുവരുന്നതെല്ലാം. ഏത് ഗവൺമെന്റ് ആണെങ്കിലും എന്തോ ആണെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല. പക്ഷെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. എന്തോ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെയാ. പക്ഷെ ഈ ഷിരൂരി നടന്നതെന്ന് പറഞ്ഞാൽ ആ പാവം പിടിച്ച ഒരു മനുഷ്യനായതുകൊണ്ടല്ലയോ, ഒരു രാഷ്ട്രീയ നേതാവോ അതുപോലുള്ള ഒരാളാണെങ്കിൽ ഇതുമല്ല ആണോ സംഭവം? അന്നേരം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രവീൺ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രവീൺ, ഈ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഒരു പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? കാരണം ഇപ്പോഴും ഈ കാലാവസ്ഥ അനുകൂലമാണെന്ന് പറയുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ 16-ാം തീയതിയാണല്ലോ അർജുനെ നമുക്ക് നഷ്ടമായത്. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം ആകാറായി. നമസ്കാരം മിസ്റ്റർ മേനൻ. നമസ്കാരം. ഇത് ചായയോടൊപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ പ്രദീപ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. നമ്മള് സ്ഥലത്തില്ലായിരുന്നു. എന്നിരുന്നാലും വളരെ വിഷമത്തോടെ ആണ് ഈ ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നത്. കാരണം ഈ അർജുന്റെ കുടുംബത്തോട് അവരുടെ ഈ വേദന ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളിലുള്ളതാണ്. അതിനൊപ്പം ആ ഒരു വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ മീഡിയകളെല്ലാം ഇത് തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് ന്യൂസ് 18 പ്രത്യേകിച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ചാനൽ ഇത് കുറച്ച് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. അതിൽ എത്രമാത്രം ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്റെ കാഴ്ചപ്പാടാവാം. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പുറത്ത് വളരെയധികം പ്രശ്നങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട്, ബംഗാളിന്റെ പ്രശ്നം, അതേപോലെ തന്നെ ഹിന്ദൻസ്ബർഗിൻ്റെത്, സോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് പൊതുവേദി ഇത് എടുക്കരുതെന്നല്ല, അടുത്ത് പരിഗണിക്കുമ്പോൾ മറ്റു കുറച്ച് നമ്മുടെ ബംഗ്ലാദേശിലെ വിഷയവും അതേപോലെ നമ്മുടെ ഹിന്ദൻസ്ബർഗിന്റെയോ ഇതെല്ലാം ഒന്ന് ചർച്ചയ്ക്ക് എടുത്താൽ കൊള്ളാം. അല്ല, ബംഗ്ലാദേശ് നമ്മൾ നമ്മുടേതായ തരത്തിൽ അത് ചർച്ച ചെയ്യുന്നില്ല എന്നെങ്കിൽ ആ നിലയ്ക്ക് വന്നില്ലെന്നോ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം നോക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാർത്തകളിൽ, നമ്മുടെ അല്ലാത്ത ചർച്ചകളിൽ ഒക്കെ ഒട്ടനവധി യൂട്യൂബിൽ ഞാൻ തന്നെ 1-2 വീഡിയോ ബംഗ്ലാദേശിനെ കുറിച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ബംഗ്ലാദേശ് നമ്മളൊരു വിഷയമായി എടുക്കാതിരിക്കുന്നില്ല. ഹിൻഡൻബർഗും എല്ലാം വാർത്തകളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പൊതുവേദി എപ്പോഴും ഒരു കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്നത് നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഈ പൊതുവേദി നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ സർക്കാരുകളിൽ ഉണ്ടാകുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ കൊണ്ട് കൂടുതലും റീജിയണൽ വിഷയങ്ങൾ കുറേ കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അന്നൊരു മറ്റു വിഷയങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല എന്നല്ല, ആളുകൾ അതിലും അഭിപ്രായങ്ങൾ പറയണം. ആഗോള പൗരൻ എന്ന തരത്തിൽ തന്നെയാണ് മലയാളി എല്ലാ കാലത്തും അവരുടെ നിലപാട് വ്യക്തമാക്കില്ല. അതുകൊണ്ട് പ്രവീണിൻ്റെ ആ വാക്ക് ഞാൻ ഏതായാലും പ്രാധാന്യത്തോടു കൂടി കാണാം. നമുക്ക് ആ വിഷയങ്ങളും ചർച്ച ചെയ്യാം. ഏതായാലും വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, ഈ
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ ഇനിയും കുറേ കൂടി മുന്നോട്ട് പോകേണ്ട ഒരു മേഖലയാണ്. ഈ രക്ഷാദൗത്യവും അതുമായി അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മൾ അതിന് എല്ലാ കാലത്തും ഇനി ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അർജുൻ്റെ കാര്യത്തിൽ ഈ 30 ദിവസം ഇങ്ങനെ വേണ്ടി വന്നു എന്നത് നമ്മൾ പരാജയപ്പെട്ടു എന്നതിന് തുല്യമാണോ? ഇല്ല, പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ മനു. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ. അവർ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടല്ലേ ആൾക്കാർ ഇതിനെ ശ്രമിച്ചത്. നമുക്കറിയാം കുടുംബത്തിന്റെ വേദന അത്യന്തം ദുഃഖകരമാണ്. ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, അയാളൊരു പട്ടാളക്കാരനും കൂടി അച്ഛൻ. അപ്പോ അതൊക്കെ വലിയ നമുക്കും വളരെ പ്രയാസമുണ്ട്. അച്ഛനെ കണ്ടെത്തന്നെ പോകണം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇത് പരമാവധി ശ്രമിച്ചു നോക്കി കഴിഞ്ഞാല് അവരെ ഒരു കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ 2 ജീവൻ കളയാൻ പറ്റില്ലല്ലോ. എങ്ങനെയാലും ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ഇപ്പൊ കാര്യം മഴ ഏതാണ്ട് മാറിക്കഴിഞ്ഞു. പിന്നെ കുറച്ചൊക്കെ ചെറിയ അടങ്ങാറെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് എല്ലാ കാര്യത്തിലും ആരും കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ അവസരത്തില് ഏതെങ്കിലും രീതിയിൽ പറ്റുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ എന്തെങ്കിലും നല്ല കണ്ടെത്താൻ പറ്റുമെങ്കിൽ നോക്കുകയെന്നല്ലാതെ വേറെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ കുടുംബത്തോട് അത്യന്തം ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. വേറെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൊല്ലത്ത് നിന്ന് ശ്രീ രാജൻ ചേരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ രാജൻ കുറച്ച് ഏറ്റവും അവസാനം വിളിച്ചുകൊണ്ട് അധികം സമയം ശ്രീ രാജന് നൽകാൻ പറ്റിയില്ല. അത് അവസാനമായതുകൊണ്ട് നമുക്ക് ഇതിനൊരു പരിപാടിക്കൊരു സമയക്രമം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാൻ പറ്റാതിരുന്നത്. ശ്രീ രാജൻ, ഇന്നത്തെ വിഷയം നമ്മുടെ ഈ ഷിരൂരിലെ രക്ഷാദൗത്യമാണ്. ശ്രീ രാജൻ ഇത് എങ്ങനെ നോക്കിക്കാണുന്നു? ഷിരൂരിലെ രക്ഷാദൗത്യം അത് തുടർന്ന് അർജുനെ കണ്ടെത്തുന്നത് വരെ തുടരും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു രീതിയിലാണോ മുന്നേറുന്നത്? സാറേ, ഒന്ന് ആദ്യത്തെ പറഞ്ഞോട്ടെ. ആദ്യം ഈ ഡ്രഡ്ജർ കേരളം കൊടുക്കാമെന്ന് പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷെ അത് അവസാന നിമിഷം അത് ക്യാൻസൽ ചെയ്യാൻ കാരണം അവിടത്തെ തെരച്ചിലെല്ലാം നിർത്തി. കാരണം ആളിറങ്ങി മുങ്ങൽ വിദഗ്ധൻ അന്ന് ഇറങ്ങിയിട്ട് പുള്ളി അര കിലോമീറ്റർ ഒഴുകി പോയി. 6 നോട്ടിക്കലായിരുന്നു അവിടുത്തെ ഒഴുക്ക്. അത് കാരണം അത് നിർത്തേണ്ടി വന്നത്. ഡ്രഡ്ജർ നിന്നാൽ പോലും അത് ഒഴുകി പോകും. അതുകൊണ്ടാണ് അത് കൊണ്ടുവരാഞ്ഞത്. ഇപ്പൊ ഇന്ന് അങ്ങനെ ഒഴുക്ക് കാരണമാണ് മറ്റന്നാളായിട്ട് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ആൾ ഒഴുകിപ്പോയതിന് ശേഷമാണ് നമുക്ക് ഈ ഡ്രഡ്ജർ വേണം. കാരണം ഡ്രഡ്ജർ എന്ന് പറഞ്ഞാൽ വലിയ ഒഴുക്കിൽ ഇത് മണൽ അടിയിൽ നിന്ന് നീക്കം ചെയ്യും. നിർത്തുകയും ചെയ്തു. പരിപാടി നിർത്തി, അവിടെ തെരച്ചിൽ നിർത്തി. എന്നിട്ട് വേറെ സംഗതി, ഈ എന്തുവായിരുന്നു ഞാൻ പറയാൻ വന്ന അത് തന്നെ, ഈ നമ്മുടെ പ്രളയകാലത്ത് അരി തന്നത് കാശ് തിരിച്ചു വാങ്ങിച്ചെന്നുള്ളത് മനോരമയിൽ 3 ദിവസം വന്നതാ റിപ്പോർട്ട്. എന്നിട്ട് അത് അറിഞ്ഞില്ല, പിടിച്ചില്ല, കണ്ടില്ല, കള്ളോ പറയുന്നൊക്കെ പറഞ്ഞ് ഇത് എന്താ സംഗതി. അതുപോലെ തന്നെ അന്ന് നേവിയുടെ ഹെലികോപ്റ്റർ വന്നാൽ അതിനും പൈസ വാങ്ങിച്ചു. അതാണ് രസം. പൈസ കൊടുത്തോ വേണമെന്നുള്ളൊരു തർക്കം ഞാൻ കണ്ടു. കൊടുത്തോ പൈസ കൊടുത്തോ വേണം എന്നൊരു ആവശ്യം വന്നു തർക്കം കണ്ടു. കൊടുത്തം തന്നെയാണ് മനോരമയിൽ എഴുതിയത്. ഞാനത് ഓർക്കുന്നില്ല. നേവികാരുടെ ഹെലികോപ്റ്റർ ഒന്നിനും കൊടുത്തു. അതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു അന്ന് റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും വളരെ വ്യക്തമാണ്. പിന്നെ എന്തോ പറയാൻ വന്നു. 2 നോട്ടിക്കലിന് താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നാളെ മുങ്ങാൻ വേണമെന്ന രീതിയിൽ പിന്നെ ഡ്രഡ്ജറും അറേഞ്ച് ചെയ്യാമെന്ന് പിന്നെ ടൂറിസം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ് ശ്രീ രാജന്റെ പ്രതികരണം. ഏതായാലും ഈ ദൗത്യം നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഒഴുക്ക് വളരെ ശക്തമായിരുന്നു. 8 നോട്ട് വരെ ഒഴുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധർക്ക് പരിശീലനം ശ്രദ്ധിച്ച മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈശ്വർ മാൽപേ ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യഘട്ട തെരച്ചിലാണ്. ഇനി നാളെ കുറെ കൂടെ വിപുലമായ രീതിയിൽ തിരച്ചിൽ നടത്തും. ഷിരൂരിലെ മണ്ണിടിച്ചൽ ആ നിലയ്ക്കുള്ള വലിയൊരു ആഘാതമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഏതായാലും മലപ്പുറത്ത് നിന്ന് നമുക്ക് ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നാസർ എന്നാണോ പേര് പറഞ്ഞത്? ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയകുമാർ, ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. വലിയ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. ആ കുടുംബത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. അത് പൂർത്തിയാക്കാൻ കഴിയും ഈ തെരച്ചിലിൽ എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുമോ ജയകുമാർ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കുടുംബത്തോട് നമുക്ക് കടപ്പാടുണ്ട്. കർണാടക അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവര് മുൻകൂർ പണം അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഡ്രഡ്ജർ ഇവിടെ നിന്ന് അനുവദിച്ച് കൊടുത്തിട്ടില്ല. കൊടുക്കാതെ ഇവിടെ കിടന്ന് ഈ സൈബർ പോരാളികൾ അതും ഇതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഇവർ ചെയ്യാനുള്ള ഇവർ ചെയ്യട്ടെ. ഇവർ ചെയ്തതിനു ശേഷം അവരെ കുറ്റം പറയുക. ഇവർ ആദ്യം എത്തിച്ചു കൊടുത്തിട്ട് അവർ കുറ്റം പറയട്ടെ. പിന്നെ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ഹെലികോപ്റ്ററിനും
ആ അരിക്കൊക്കെ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ പൈസ ഒരു പൈസയും ഇവിടെ കൊടുത്തായിട്ട് മുഖ്യമന്ത്രി പറയുന്നില്ല. ഈ പോരാളികൾ മാത്രമേ ഇത് സംസാരിക്കുന്നുള്ളൂ. മുഖ്യമന്ത്രി അതിനെപ്പറ്റി പറയുന്നേ ഇല്ല. ഒരു പൈസയും കൊടുത്തായിട്ട് അവർ പറയുന്നില്ല. ഈ കാര്യം ഇവരിവിടെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് കണ്ടു, വളരെ ബുദ്ധിമുട്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും സന്ദർശിച്ചു, എല്ലാ ഇതും ശരിയാക്കി. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ പോരാളികൾ അടിയുടങ്ങി. ചാനലിൽ ഇരുന്നുകൊണ്ട് BJPയും കമ്മ്യൂണിസ്റ്റും കൂടെ അടിയുടങ്ങി. കാരണം അന്ന് അരിക്ക് പൈസ വാങ്ങിച്ചു, മറിച്ച് വാങ്ങിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടൂല, അവർ അവതാരിയാണോ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരണം. ഇത് അദ്ദേഹം ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്ന മുമ്പാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇവർക്കിത് എങ്ങനെയെങ്കിലും അലമ്പാക്കി കളയുക എന്നുള്ളതല്ലാതെ നേരെ പറഞ്ഞ എല്ലാവരെയും കൂടെ കൂട്ടുപിടിച്ച് ന്യായമായി ചെയ്ത് ആളുകൾ എത്തിക്കാനുള്ള എത്തിച്ചു കൊടുക്കുകയും രക്ഷപ്പെടുത്തേണ്ട ഒരു പെടുത്തുകയും ചെയ്യാവുന്ന ഒരു മനോഭാവം അല്ല ഇവർ കാണിക്കുന്നത്. വ്യക്തമാണ്. അജേഷ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജേഷ്, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കരുനാഗപ്പള്ളിയാണ് വിളിക്കുന്നത്. നേരത്തെ വിളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇല്ല, നേരത്തെ വിളിച്ചിട്ടില്ല. ഓക്കെ. ശ്രീ അജേഷ്, ഈ രക്ഷാദൗത്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് രക്ഷാദൗത്യം എന്ന് പറയുന്നത് ഇപ്പം കേരളം ഇടപെടുന്നില്ലല്ലോ ഇതിനകത്ത്. കേരളത്തെ ഇടപെടുത്തുന്നില്ല അവര്. കർണാടക ഹലോ കേൾക്കുന്നു. കേരളത്തെ ഇടപെടുത്തുന്നില്ലല്ലോ കർണാടകം. അല്ല, കേരളത്തെ ഇടപെടുത്തുന്നുണ്ട്. നമ്മള് ഡ്രഡ്ജിങ് യന്ത്രം കൊടുക്കണം, അതാണ് ഏറ്റവും സുപ്രധാനമായ ആവശ്യം. ഡ്രഡ്ജിങ് യന്ത്രം കൊടുക്കണം. അവരിപ്പോ അവിടുത്തെ ഇന്നും എന്താ നിങ്ങൾ വിദഗ്ധം വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഇറക്കിയിട്ടില്ലല്ലോ. അല്ല, ഇറക്കി. ഇനിയിപ്പോ ഇന്ന് കുറച്ചു നേരം തയ്യാറാകും. ആദ്യം നേവിക്കാരെയാണ് ആദ്യഘട്ടത്തിൽ അനുമതി കൊടുക്കാതിരുന്നത്. പക്ഷേ സ്വന്തം ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഈശ്വർ മാൽപ്പയും സംഘവും അതിന് ഇന്നത്തെ ഒരു ചെറിയ പ്രാഥമിക തെരച്ചിൽ, നാളെ കൂടുതൽ വിപുലമായ ഒരു തെരച്ചിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെ വരുമെന്ന്. അതാണ് ഇന്നിപ്പം ഒഴുക്ക് കുറവാണല്ലോ. ഒഴുക്കുന്ന രാവിലെ ഞാൻ വാർത്ത കണ്ടപ്പോൾ ഒഴുക്ക് കുറവാണ്. വെള്ളത്തിന്റെ കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. നമുക്ക് വലിയ കാലാവസ്ഥ മഴയില്ല, പ്രതീക്ഷയാണ് നൽകുന്നത്. അവിടുത്തെ ഭരണകൂടത്തിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ അനാസ്ഥയാണ് കർണാടകത്തിന്റെ. ഏതായാലും വ്യക്തമാണ്. ദീപു എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. 30 ദിവസമായി പലതരം പ്രതിസന്ധികൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു, പരിമിതികൾ ഉണ്ടായിരുന്നു, ആദ്യത്തെ ചില ഘട്ടങ്ങളിൽ ചില വീഴ്ചകളും ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പിന്നെ മനു, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. ഈ പച്ചക്കള്ളം ഈ നമ്മുടെ ഈ TV-യിൽ വന്ന് പറയുന്നതിന് എന്താണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഈ വാർത്തകളൊന്നും കാണുന്നില്ലേ? വാർത്തകൾ വായിക്കുന്നില്ലേ? ഗവൺമെന്റ് ഓർഡേഴ്സ് കാണുന്നില്ലേ? ഞാനൊരു കാര്യം പറയാം. ഇനി 13 മിനിറ്റ് ഉണ്ട് ഈ പരിപാടി അവസാനിക്കാന്. അരിയുടെ പൈസ 205.61 കോടി രൂപ നമ്മുടെ പിടിച്ചു വാങ്ങിച്ചു. മനു, 13 മിനിറ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഡെസ്കിൽ നിന്ന് വിളിച്ചിട്ട് അതൊന്ന് അന്വേഷിക്കും. അവരോട് തരാൻ പറയും. ഇത് കേൾക്കുമല്ലോ, ഡെസ്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമല്ലോ. മിലിറ്ററിയുടെ ഫോഴ്സിന്റെ പൈസ അവര് വാങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ ഈ പറയുന്ന എന്താണ് ഈ 2018 പ്രളയകാലത്ത് കേരളത്തിന് അധികം തന്ന അരിയുടെ വിലയായി സർക്കാരിന് 205.81 കോടി രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അന്ന് ഉടനെ നൽകണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ഇത് സംബന്ധിച്ച് ഫയലിൽ മന്ത്രി ഒപ്പുവെച്ചെങ്കിലും പണം എവിടെ നിന്ന് നൽകും എന്ന് വ്യക്തമായില്ല. അടുത്ത മാസം ശമ്പളത്തിലും പെൻഷനും നൽകാൻ കൂടി 2000 രൂപ കടമെടുത്താണെന്ന് അരിയുടെ വില. നമ്മൾ കടമെടുത്താണ് കൊടുത്തത് പ്രളയത്തിന് പോലും. ഞാൻ ചോദിക്കട്ടെ മനു, ഈ മണ്ണൂത്തിയിലുള്ള യന്ത്രം അത് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് വന്നു. നിങ്ങളുടെ തന്നെ വാർത്തയുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് ചോദിക്കേ. പിന്നെ എന്ത് യന്ത്രമാണ് ഇവിടുന്ന് കൊടുക്കാനുള്ളത് കേരളത്തിന്? ഈ ഇവര് വന്ന ആർമിയുടെ കയ്യിലൊന്നും ഇല്ലാത്ത യന്ത്രമാണോ കേരള സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്ന യന്ത്രം? അപ്പൊ ഈ കള്ളം പറയുക എന്ന് പറയുന്നത് ഇവരുടെ രാഷ്ട്രീയ സ്വഭാവമാണ്. ആ രാഷ്ട്രീയ സ്വഭാവം ഇവിടെ വന്ന് പറയുമ്പോൾ മനുവിനെ പോലെ ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തകർ അത് അംഗീകരിച്ചു കൊടുക്കരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡെസ്കിൽ നിന്ന് ആ വിവരം ഞങ്ങളെ ഒന്ന് അറിയിക്കണം, ഈ പറയുന്നതിനകത്തുള്ള സത്യം. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് തുടരണ്ടേ? ഇതിനൊരു ഗ്യാപ്പ് വരേണ്ട കാര്യം എന്തിനാ ഒരു ഗ്യാപ്പ് വരണ്ടേ? നമ്മളിപ്പോ തന്നെ ഇത്രയും വലിയ ദുരന്തം നടന്ന് നമ്മൾ എന്തെല്ലാം മിനിറ്റുകൾ കൊണ്ടല്ലേ എല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെയ്തത്. കേന്ദ്രവും കേരളവും എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ചേർന്നത്, സന്നദ്ധ പ്രവർത്തകരും എല്ലാം. അപ്പൊ അതുപോലെ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്താ? അവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ ഇനി എന്നാണ് ഇവർക്കൊരു നീതി കിട്ടുന്നത് അർജുന്റെ കുടുംബത്തിന്? എന്നിട്ട് കർണാടകക്കാരെല്ലാം ചെയ്തു പോലും. എന്താണ് ഈ എല്ലാം ചെയ്തു പോലും? എന്നിട്ടാണോ ഈ മുങ്ങൽ വിദഗ്ധൻ ഇതുവരെ ഇപ്പം വെള്ളത്തിന്റെ ഫോഴ്സ് കുറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ടോ? അവിടെ അതാണ് ഇതാണ് പറയുമ്പോൾ അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലേ?
അങ്ങനെ കഴിയാത്തവരാണോ ഇവിടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് റിസർച്ചും ഉണ്ടല്ലോ. അത് വെറുതെ എക്സിക്യൂഷൻ മാത്രമല്ല, റിസർച്ചും ഉണ്ട്. ആ റിസർച്ചിൽ ഇങ്ങനെ ഒരു സാധനം വന്നാൽ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് അറിയില്ലേ? ഇങ്ങനെ ഒരു വലിയൊരു പ്രളയം വന്നാൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയാത്തവരാണോ ഇവരൊക്കെ? അപ്പൊ അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത്? എന്നിട്ട് വന്നിട്ട് ഒരു ഇതുമില്ലാതെ കള്ളം പറയുന്ന ഇവരെയോടൊക്കെ എന്താ പറയേണ്ടത്? മനു, ഇതൊന്ന് അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. യെസ്, വളരെ വ്യക്തമാണ്. നാസീർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നസീർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് നിന്നാണ് അല്ലേ? ഹലോ, കേൾക്കാമോ? നസീർ ടി വിയിലാണ് ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ കഴിയാത്തത്. ജോസുകുട്ടി എന്നൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസുകുട്ടി എങ്ങനെ കാണുന്നു ഈ രക്ഷാദൗത്യത്തിൻ്റെ തുടർ നീക്കങ്ങളെ? ജോസുകുട്ടി എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നു ഈ രക്ഷാദൗത്യത്തിൽ? അത് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ചാനലുകാർ നമ്മൾ സംപ്രേഷണം ചെയ്തല്ലേ ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാൻ പോകുന്നു അതിന് കൊച്ചിയിൽ. ശരിയല്ലേ സാറേ? ഡ്രഡ്ജിംഗ് യന്ത്രം വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അതിനിടയിൽ ഒരു വലിയ പ്രശ്നം നടന്നല്ലോ ഇവിടെ. അതിന്റെ എല്ലാ ചാനലുകാരും അതിന്റെ പടം വരെ കാണിച്ച് ആ യന്ത്രം വരെ കാണിച്ച് അത് എത്തിക്കാൻ പോകാന്ന് പറഞ്ഞു. അത് സത്യമായ വാർത്തയല്ല, അത് കള്ളത്തരമാണോ പറയുന്നത്? കേരളം ചെയ്തില്ലെന്ന് പറയുന്നതിന്റെ മെയിനായിട്ടുള്ള സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞായിട്ട് മെയിനായിട്ടുള്ള അവിടുത്തെ MLA പറയാനുള്ള ഈ 1-2 കാര്യം ഇതാണ്. പിന്നെ ഇത് 2-3 ദിവസമായിട്ട് ഒരു ചർച്ച നടക്കുന്ന അരിയുടെയും ഹെലികോപ്റ്ററിന്റെ ഇത് ഞങ്ങൾ ഇതിപ്പോ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോകും. ഇത് വെളിച്ചത്ത് കൊണ്ടെന്ന് പറയുമ്പോൾ ഈ ചാനലിൽ വിളിച്ച് ഈ അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും എന്നുള്ള യാതൊരു വ്യത്യാസവുമില്ല. ഇത് സത്യസന്ധമാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലോ. തെറ്റിന് തെളിയിക്കാൻ സാധിച്ചു, നിങ്ങൾക്ക് നിഷ്പ്രയാസം തെളിയിക്കത്തില്ലേ? നിങ്ങൾ അതിന് വളം വെച്ച് കൊടുക്കുക. ഇത് ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ പുറത്ത് സത്യസന്ധമായ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇതിനകത്ത് പൊതുവേദി വിളിച്ചതിനകത്ത് ഈ 2-3 വ്യക്തികളെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പേരും എല്ലാം ഇതിന് ആക്ഷൻ എടുക്കും. അല്ല, നമുക്ക് സത്യം വരട്ടെ, അതിന്റെ എക്സാക്ട് രേഖ ഏതായാലും അന്ന് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത ഞാൻ കണ്ടു. അത് സാറേ എന്താന്ന് വെച്ചാൽ സാറേ ഞാൻ പറഞ്ഞ സാറിന് ഞാൻ 1 ലക്ഷം രൂപ തരാണ്ട് ഞാൻ 1 ലക്ഷം രൂപ തന്നു. അത് കൂടാതെ എന്നോട് സാറ് എന്റെ കാറും വേണം, എനിക്ക് പ്രത്യേക കാര്യങ്ങളും വേണമെന്ന് അതിന് ഞാൻ പൈസ തിരിച്ച് മേടിക്കും. അത് കൊടുക്കുമ്പോൾ കിട്ടുന്നതല്ല, അത് നിയമപരമായിട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അല്ലാതെ ഈ തെറ്റിദ്ധരിപ്പിക്കുമല്ലേ, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, കൊടുത്തതിനൊന്നും മേടിക്കുന്നതല്ല. അത് എക്സ്ട്രാ ആയിട്ട് വരുന്നതിനകത്താണ് ഇത്. അത് എത്രയോ പ്രാവശ്യം ഇത് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ BJP വിരോധം കൊള്ളാം, കുഴപ്പമില്ല, രാഷ്ട്രീയ വിരോധം ഒക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ പ്രചരിപ്പിച്ചാലുണ്ടല്ലോ അതിന് വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഇപ്പം നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഒരു മനസ്സിലാക്കി. ശരി, ഏതായാലും നമുക്ക് കാണാം. എന്തായാലും അതിൻ്റെ തെളിവുകൾ എന്താണെന്ന് നമുക്ക് ഞാനും കൂടി ഒന്ന് പരിശോധിക്കാം. വരട്ടെ, മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. വയനാട്ടിൽ നിന്ന് സുരേഷ് ബാബു. വയനാട് ഇപ്പോൾ വലിയൊരു ദുരന്ത സാഹചര്യത്തിലാണ്. നമുക്ക് അവിടുത്തെ 2 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മുണ്ടക്കയും ഈ പുഞ്ചിരിമേടായിരുന്നു ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമെങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് മുണ്ടക്കയിലെ ജനങ്ങളാണ്. അത് ഏതായാലും അവർക്കൊപ്പം നമ്മൾ ന്യൂസ് 18 എല്ലാ കാലത്തും നിൽക്കുന്നു. സുരേഷ് ബാബു ഒരു ട്രക്ക് ഡ്രൈവർ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഷിരൂരിലെ രക്ഷാദൗത്യത്തിൻ്റെ ഒരു കാര്യത്തിൽ സുരേഷ് ബാബു എങ്ങനെയാണ് സുരേഷ് ബാബു അവിടെ പോയിട്ടുണ്ടോ? ആ സ്ഥലം സ്വാഭാവികമായി കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രക്ഷാദൗത്യത്തെ വിലയിരുത്തുന്നത്? മനസ്സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാൻ ന്യൂസ് 18 ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. നല്ല നിങ്ങളുടെ ഇതിനെല്ലാം അഭിനന്ദിക്കുന്നു. ശിരൂരില് രക്ഷാദൗത്യത്തിലുണ്ടായത്, അത് വയനാട്ടിലെ മുണ്ടക്കൈ ഈ ദുരിത മേഖലയിലെല്ലാം നിങ്ങൾ ചെയ്തതെല്ലാം അഭിനന്ദാർഹമാണ്. ഞാൻ ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ബോംബെ ലൈനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അർജുൻ പോകുന്ന അതേ വഴി തന്നെ. അവിടെ ലക്ഷ്മണന്റെ ചായക്കടയുടെ അടുത്ത് നിർത്തി വണ്ടി നിർത്തി കുളിക്കുക, അലക്കുക, ഭക്ഷണം വെച്ച് കഴിക്കുക. ആ ഹോട്ടലിൽ നിന്ന് മാന്യമായ ഭക്ഷണം കൊടുക്കും. വണ്ടിക്കാരെ സംബന്ധിച്ച് അന്യ സംസ്ഥാനത്തിൽ പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്നത് വളരെ അപൂർവമാണ്. അവിടെ നമുക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാം. കുട്ടികളായാലും ഭാര്യയായാലും അവരൊന്നും കൺമുന്നിൽ ഞങ്ങൾക്ക് മായുന്നതേ ഇല്ല. സുരേഷ് ബാബു ഹോട്ടലിലെ നിത്യ ഇടയ്ക്ക് സന്ദർശിക്കുന്ന ആളായിരുന്നു അല്ലേ? അവിടെ സ്ഥിരമായിട്ടുണ്ട് സാർ, സ്ഥിരമായിട്ടുണ്ട്. ആഴ്ചക്ക് 1 തവണ. ഞങ്ങളൊരു മാസത്തിൽ 4 തവണ ബോംബെ ലൈനിൽ ഓടാറുണ്ടായിരുന്നു. അപ്പൊ പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങളുടെ ഒരു ഇടത്താവളം ആണെങ്കിൽ ശരിക്കും പറയാം. അപ്പൊ വലിയൊരു മാനസികമായ ഒരു അടുപ്പം ആ കടയുമായി ഉണ്ടായിരുന്നു. അവര് ആ ഹോട്ടലുമായിട്ട് ഒരു മാനസികമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു സാർ. ഭക്ഷണം കഴിക്കുന്ന ചോറ് കിട്ടുന്നുണ്ട്, ചായ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ അവിടെ വെള്ളത്തിന് ടാങ്ക് ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളത്തിൽ വണ്ടി കഴുകുക, കുളിക്കുക. ഒരിടത്താവളം ലോറിക്കാരെ സംബന്ധിച്ച് വലിയൊരു കിട്ടലാണ് അങ്ങനെ കിട്ടുന്നത്. അപൂർവ. കാരണം നാട് വിട്ടു പോയി കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നല്ല വെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അവിടെ. അങ്ങനെയുള്ള സ്ഥലമായിരുന്നു സാർ. പക്ഷെ അർജുനായിട്ട് നേരിട്ട് പരിചയമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സുഹൃത്ത്, ഒരു നമ്മൾ വണ്ടിപ്പണിക്ക് ഒരേ ഫീൽഡിൽ തൊഴിൽ ചെയ്യുന്നതിന് ഒരാൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സങ്കടമുണ്ട്. പിന്നെ വേറെ പറയാനുള്ളത്, ഇത് കർണാടക സർക്കാർ ആദ്യം കുറെ അലംഭാവം കാണിച്ചു സാർ. ഇതിന് നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ മുക്കത്തുനിന്ന്, അരീക്കോടുന്ന്, അതേപോലെ കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ചെന്ന സമയത്ത് അവർക്കൊരു
മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ശരിയല്ലേ സാർ? അതെ അതെ. അപ്പം പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും കാർവാർ MLA സതീഷ് ജെയിൻ സാർ, ആ അദ്ദേഹത്തിന്റെ ഒരു ഇത് ഇപ്പോഴും ഇന്ന് തെർമൽ പേ പോലെ ഒരു നല്ലൊരു മുങ്ങൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 മീറ്റർ 6 മീറ്റർ ആഴത്തിലാണെങ്കിൽ തന്നെ സുഖമായിട്ട് ട്രക്ക് കണ്ടുപിടിക്കാമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. യെസ്, ഏതായാലും നമ്മൾ ആ ഒരു നല്ല പ്രതീക്ഷയുമായി നമുക്കും കാത്തിരിക്കാം. വൈകാതെ അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി സുരേഷ് ബാബു വിളിക്കുകയും അവിടുത്തെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. രാജേന്ദ്രൻ നായർ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ രാജേന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ അർജുനുമായുള്ള രക്ഷാദൗത്യത്തെ, അർജുനു വേണ്ടിയുള്ള രക്ഷാദൗത്യത്തെ കാണുന്നത്? സാർ, ഞാൻ ടെറിട്ടോറിയൽ ആർമിയിൽ ജോലി ചെയ്തു. ടെറിട്ടോറിയൽ ആർമിയിലുണ്ടായിരുന്നു കണ്ണൂര്. സൈനികനായിരുന്നു അല്ലേ? സർവീസ് വിട്ടു. ഞാൻ നിൽക്കുമ്പോഴൊന്നും ഇങ്ങനെയുള്ള ഈ ഇതില്ലായിരുന്നു. ഇപ്പൊ അന്ന് ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലോ പ്രളയോ ഒന്നും ഇല്ലായിരുന്നു. യഥാർത്ഥമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വളരെയേറെ സങ്കടമുണ്ട്. കാരണം അവര് സൈനികരും പിന്നെ അർദ്ധ സൈനികരും ഫയർഫോഴ്സും ഒക്കെ ജീവൻ അർപ്പിച്ചാണ് അവര് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതെ, ഇത് ഒരു വലിയൊരു രക്ഷാദൗത്യമാണ്. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ കണ്ടതിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ കൽപ്പറ്റ നോർത്ത് വയനാട് ജില്ലയിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മോളിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്കാണ്. ഞാൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഞാൻ നേരത്തെ ആയിരുന്നു, അതിന് പിരിഞ്ഞു പോന്നായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ അവര് വളരെ രക്ഷാപ്രവർത്തനം മാന്യമായിട്ട് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ ദിവസം കണ്ടോണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം അപ്പം നേരത്തെ മറ്റേ ഒരു പാർട്ടി പിന്നെ ഇതുപോലെ വെള്ളത്തിൽ വീണത് ഇവരെ ബോഡി കിട്ടില്ല, അത് അവര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ അർജുന് വേണ്ടിയുള്ള രക്ഷാദൗത്യം തുടരണ്ടേ എന്ന് ഞങ്ങൾ യൂട്യൂബ് പ്രേക്ഷകർക്ക് മുന്നിൽ ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തു. വലിയ വിഭാഗം ആളുകൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഈ അർജുനായുള്ള തിരച്ചിൽ ഇനിയും വൈകിയാൽ അത് പ്രതിസന്ധിയാകുമോ എന്ന ചോദ്യത്തിന് 86% ആളുകൾ അത് പ്രതിസന്ധിയാകും എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 14% ആളുകൾ അത് ഇനി വൈകിക്കരുത് എന്ന നിലപാടാണ്. 86% ആളുകൾക്ക്, 14% ആളുകൾ അത് വൈകിയാലും അത് അർജുനിലേക്ക് എത്തും എന്ന ഒരു അഭിപ്രായം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും അർജുനെ കണ്ടെത്താതിരിക്കാൻ നമുക്കാകില്ല. കേരളം അത്രമാത്രം കാണാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു രക്ഷാദൗത്യമാണ് ഷിരൂരിലേത്. അർജുൻ നമുക്ക് ആർക്കും അങ്ങനെ അറിയുന്ന ഒരാളല്ല. പക്ഷേ ഇന്ന് അർജുൻ എല്ലാ കുടുംബത്തിൻ്റെയും വേദനയും നൊമ്പരവുമാണ്. നമ്മുടെ വയനാട്ടിൽ നഷ്ടമായ മലയാളികൾ ഓരോരുത്തരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരായി മാറുകയാണ്. ഈ കെട്ടകാലവും കടന്നു പോകുമ്പോൾ നമുക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇനിയും ബാക്കിയാവുകയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.